എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. തക്കാളി തക്കാളിയുടെ എന്താണ് എല്ലാം നട്ടപ്പം തൊട്ടുള്ളത് ഞാൻ കാണിക്കുന്നുണ്ട്. ഇത് അവസാനത്തെ വിളവെടുപ്പ്, അതുകൂടെ ഒന്ന് കാണിക്കാന്ന് വെച്ചു കേട്ടോ. ഭയങ്കര ജലദോഷമാ. പൊങ്കാല ഇടാൻ പോയതായി, അത് വന്നു കഴിഞ്ഞ പിന്നെ ഒറ്റ വീണ്ടും പോയി കേട്ടോ. അപ്പൊ ഇത് അവസാനത്തെ വിളവെടുപ്പ്. ഇത് മാത്രമല്ല കേട്ടോ, വേറെ ഉണ്ട്, കാണിക്കാത്തതും ഒക്കെ ഉണ്ട്. അതും കൂടെ ഇടാന്നോർത്തോണ്ടാവും. വഴുതനയൊക്കെ ഉണ്ട്. ഇതുണ്ടോ, എല്ലാം തീർന്നു. ഇനി ഇടയ്ക്കുണ്ട് ഓരോന്ന്, ഒന്ന് കാണിക്കാവേ. അതാണ്, ഇതൊക്കെയാണ് നമ്മുടെ ഒരു എല്ലാം കുറെ പോയി കേട്ടോ, കുറെ അങ്ങ് ഇതായി പോയി. ഇത് വേറൊരു സൈസ് തക്കാളിയാട്ടോ. അവസാനം ഞാൻ നട്ടത്, അത് മാത്രം അതുണ്ട്. ബാക്കിയൊക്കെ വിളവെടുപ്പ് കഴിഞ്ഞ തക്കാളികൾ. ആദ്യത്തെ വിളവെടുപ്പൊക്കെയാണ് ഞാൻ കാണിച്ചത്. ഇതിന്റെയൊക്കെ അവസാനത്തെ വിളവെടുപ്പായിരിക്കും. ഇനിയിപ്പൊ ഇന്നൊന്നും വീഡിയോ എടുത്തിടാനില്ല. പുതിയ തൈ ഇനിയിപ്പൊ നടണം, അത് കാണിക്കാട്ടോ. പാകണം. ഇതുണ്ടോ, ഇത് വേറൊരു ഇനമാണ്. ഇതൊരു ഉരുണ്ടിരിക്കുന്ന, ഇത് ഇച്ചിരി കൂടെ വലുത്, നീണ്ടിരിക്കുന്ന ഒരു ഷേപ്പാണ് കേട്ടോ. അപ്പൊ പറക്കിട്ട് കാണാവേ. ഇതുണ്ടോ, പാവയ്ക്ക ഉണ്ട്. അതെ, മുഴുവൻ ഈച്ച കൊത്തിപ്പോവും. അപ്പോൾ ഈച്ച കൊത്താതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഓരോ ഉടുപ്പുണ്ടാക്കും. ഉടുപ്പിടിക്കും കേട്ടോ ഇതിനെയൊക്കെ കേട്ടോ. അതാ, ഇതുണ്ടോ, അലയുണ്ടല്ലോ, മൊത്തം ഈച്ച കുത്തി മഞ്ഞ കളറായിട്ട് കൊള്ളിയില്ല. പിന്നെ ഈർക്കിലി കൊണ്ട് കുത്താന്ന് ഓർത്തോണ്ടാ. ഈർക്കിലി ആണേലും എൻ്റെ അമ്മ ഇത് നല്ല ഒന്നുമില്ല. ഇത് പിന്നെ ഇങ്ങനെ കെട്ടിയാണ്ടല്ലോ, ഇവിടെ ഈ പൊക്കത്തിലായതുകൊണ്ടേ കാറ്റ് വരുമ്പോൾ ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ആടുവേ. അപ്പോൾ അതങ്ങ് പോവും. എന്നാലും ഇതിങ്ങനെ ഇതിന് ഉടുപ്പിട്ടില്ലെങ്കിൽ അങ്ങനെ അതാണേലും പോവും, ഈച്ച കൊത്തി പോവും. അപ്പോൾ ഇത് കണ്ടോ, ഇങ്ങനെ കെട്ടിയിടും. ഇങ്ങനെ ഓരോന്നായിട്ട് ഉടുപ്പിടിച്ച് കാണിക്കാവേ കേട്ടോ. എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്യണതാ. കുറേ ഉണ്ട്. ഈർക്കിലേ ഒടിഞ്ഞൊടിഞ്ഞു പോകും. ഇതിന്റെ വിളവെടുക്കുന്നത് ഞാൻ കാണിച്ചില്ല കേട്ടോ. ഇത് വഴുതന കണ്ടോ, നീല വഴുതനയാണ്. ഇത് കണ്ടോ, അതൊന്നും കാണിച്ചില്ല. രണ്ട് ചെടിയേ ഉള്ളൂ. അതൊന്നും എടുക്കുന്നതാ. അമ്മേ, നല്ല രസമില്ലേ കാണാൻ തന്നെ. ഇത് നിറച്ചുണ്ടായി നിൽക്കുന്ന കാണാൻ നല്ല രസമാണ്. പക്ഷെ അത് എല്ലാം ആയി വരുമ്പോഴത്തേനും ആദ്യത്തേത് മൂക്കും. അതുകൊണ്ട് ഇടയ്ക്ക് ഞാൻ പറിക്കണതാ കേട്ടോ. ഞാൻ കാണിക്കാൻ പറിക്കുമ്പോ. അപ്പൊ ഉണ്ടല്ലോ, ഇത് ഒത്തിരി ഒന്നും വേണ്ട. എനിക്ക് എല്ലാരോടും പറയാനുള്ള എന്നാന്നറിയോ, എല്ലാരും ഒരു രോഗായികയിലും ഒത്തിരി തൈ ഒന്നും നടണ്ട കേട്ടോ. ഒരെണ്ണം കൊടുക്കാനുള്ള സൗകര്യം ഇല്ലാത്തവർ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു തൈ നട്ടാൽ മതി. എന്നും നമുക്ക് കടയിൽ പോയി ഒന്നും മേടിക്കേണ്ടി വരികയല്ല കേട്ടോ. എന്തെല്ലാം സൗകര്യങ്ങൾ നമ്മുടെ സർക്കാരുകളൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മുടെ കൃഷിഭവൻ വഴിയൊക്കെ എന്തുമാത്രം തൈകളാണ് വെറുതെ ഫ്രീ ആയിട്ട് അവർ കൊടുക്കുന്ന കേട്ടോ. അതൊക്കെ എല്ലാവരും ഒന്ന് പ്രയോജനപ്പെടുത്തണം കേട്ടോ. നമുക്ക് കിട്ടുന്ന ആ സൗകര്യങ്ങളെല്ലാം നമ്മൾ വിനിയോഗിക്കണം. അപ്പൊ ഇത് ഒരു സാധനം ഞങ്ങൾ വേണ്ടാത്ത ഒത്തിരി പച്ചക്കറികളുണ്ട്. ഒന്നോ രണ്ടോ, ഈ വഴുതന തന്നെ നോക്കിക്കേ, 2 ഉള്ളൂ. അതിൽ നിന്ന് എന്തോരം കിട്ടുമെന്നറിയാം. നമുക്ക് കൊടുക്കണ്ടെന്ന്, നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് വിഷമില്ലാത്ത പച്ചക്കറികൾ നമുക്ക് കഴിക്കാൻ മേലെ. ഇതുകൊണ്ട് ഈ കണ്ടമാനം വിഷം അടിച്ചാണ് ഓരോന്നും വരുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പൊ ഈ അസുഖങ്ങളൊക്കെ ഇതുപോലെ. അത് നമ്മൾ ഇത്തിരി വീട്ടമ്മമാർ ഇത്തിരി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് പറ്റില്ല, ആരെ കൊണ്ടേലും നമുക്ക് ചെയ്യിക്കാം. വേണ്ടയാട്ടോ, കാണിക്കാവേ. ഇതുണ്ടോ, ഒരെണ്ണം മതി ഒരു മെഴുക്ക് വരട്ടിക്ക്. ഒത്തിരി ഒന്നും വേണ്ട. ഇത് മൂത്തതാട്ടോ. ഇത് ഞങ്ങൾ എന്നാ ഇന്നോ വിത്തിനായിട്ട് എടുക്കും, മൂത്ത് പോയത്. നീ പറിച്ചു കഴിഞ്ഞ് കാണിക്കാവേ. ഇത് കണ്ടോ, ഇത് നാടൻ വെണ്ടയാ, കാളക്കൊമ്പനല്ല കേട്ടോ ഇത്. പക്ഷെ സ്വാദ് ഇതിനാട്ടോ. ഈ നാടൻ വെണ്ടയ്ക്ക് തന്നെയാണ് സ്വാദ്. ഇതുണ്ടോ എൻ്റെ അമ്മേ, ഇതേ പേടിയാ വല്ലോ. നീ കാണിക്കണ്ട അല്ലേ?
ഒന്നും ശരിക്കും മൂത്തത് പോലും അല്ല. എന്നാലും പറിക്കുമ്പോ എല്ലാം അടച്ചങ്ങ് പറിക്കാം. ഇതുണ്ടോ ക്യാബേജ് ആണ്. ക്യാബേജ് എല്ലാം പറിക്കാറായതാട്ടോ. ഇതുണ്ടോ എല്ലാം പറിക്കാറായതാ. പക്ഷെ ഉണ്ടല്ലോ ഞാനേ ഇതാ ഇപ്പം പറിക്കാൻ പോണേ. എന്നാന്നറിയോ, ഇത് നമ്മൾ ഈ കീടനാശിനി ഒന്നും തളിക്കാത്തോണ്ട് ഇടയ്ക്ക് പുഴുവൊക്കെ നോക്കാതെ വരുമ്പം പുഴുവൊക്കെ പിടിക്കും. അപ്പൊ ഞങ്ങൾ ഇതെല്ലാം പൊളിച്ചു കളഞ്ഞിട്ട് നിർത്തിയേക്കുന്ന. അപ്പൊ അതാണ് ഇപ്പൊ പറിക്കാൻ പോണേ. ഇതാണ് ശരിക്കും വിളവായത്. ഇതാണ് അത് നല്ലതാ. അതവിടെ നിൽക്കട്ടെ എന്ന് ഓർത്ത്. ഇത് പോകൂലേ നിന്നാല്. ഇത് ഇതുണ്ടോ കൂട്ട് വരണം. ഇതൊക്കെ നമുക്കൊരു സന്തോഷം കേട്ടോ ഇതൊക്കെ. അതുകൊണ്ടാണ് ഞാൻ പിന്നെയും പറയുന്നത്, ഒരാള് ഒരു ഒന്നോ രണ്ടോ ഗ്രോ ബാഗേലും വേണം നമ്മുടെ വീട്ടില്. സ്ഥലമില്ല. സ്ഥലം എല്ലാരും പറയുന്ന സ്ഥലമില്ല, ഞങ്ങൾക്ക് സ്ഥലമില്ല. അതൊക്കെ വെറുതെ പറയണ. ഒരു ഗ്രോ ബാഗിന് ഒത്തിരി സ്ഥലമൊന്നും വേണ്ട. ഇത്തിരി വട്ടം പോരെ. അത് എവിടെയെങ്കിലും ഒക്കെ നമുക്ക് നടാം കേട്ടോ. അതൊക്കെ പറയുന്നത്. അപ്പൊ ഇതാണ് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ പാവയ്ക്കായ്ക്ക് ഉടുപ്പിടുന്നതും പിന്നെ ഇച്ചിരി നമ്മുടെ വിളവെടുക്കുന്ന കേട്ടോ. ഇതൊക്കെയാണ്. ഇത് കണ്ടോ തക്കാളി ഉണ്ടല്ലോ. തക്കാളി ഇടയ്ക്ക് ഇങ്ങനെ പോണ എന്താണെന്നറിയാം. ഇതും നമ്മുടെ ടെറസയിലല്ലേ, അതുകൊണ്ടാണ് ചൂട് കൊണ്ടാണ് കേട്ടോ പോകുന്നത്. അല്ലെ കുറെ കൂടെയൊക്കെ കിട്ടിയുള്ളൂ. എന്നാലും എന്തുമാത്രം കിട്ടിയെന്നറിയാവോ. അപ്പം ഇതൊക്കെയാണ് ഇത് വീഡിയോ. ഇത് ബാക്കി വരുന്നതൊക്കെ ഞാൻ എന്നാ ചെയ്യുന്നറിയാവോ, ഇനി ഇത്തിരി ഉണക്കി സൂക്ഷിക്കും. വത്തൽ ഉണങ്ങുന്ന ഇത് ഉണ്ടോ. പാവയ്ക്കായും അതുപോലെ പയറും ഉണ്ട് കേട്ടോ. പിന്നെ മുളകും ബാക്കി വരുന്നതൊക്കെ ഇങ്ങനെ വർഷകാലം നമ്മുടെ കർക്കിടക മാസം വരുമ്പോഴത്തേനും അങ്ങനെ സൂക്ഷിച്ചു വെക്കുക പതിവ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇവിടെ വെച്ച് ഞാൻ വൈൻഡപ്പ് ചെയ്യുക. എല്ലാവരും ഒന്ന് കാണണം കേട്ടോ വീഡിയോകളൊക്കെ. എൻ്റെ ചെറിയ ഇതാണ് എൻ്റെ വിശേഷങ്ങളും എൻ്റെ സന്തോഷങ്ങളും ഒക്കെ ഇതാട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കാണണം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വരുന്നവരെ ഓക്കെ ബൈ.